മച്ചാന്മാരെ എല്ലാവരും അങ്ങനെ കാത്തിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതാണ് ബൈക്കും കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഇന്നോവ കാറിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്. അതുപോലെ നമ്മുടെ മൈക്കിളിൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ മൈക്കിളിൻ്റെ ഹൗസും കാര്യങ്ങളും എടുക്കാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മളതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കാര്യങ്ങളും എന്നാണ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ ഒത്തിരി നാൾ കാത്തിരുന്ന ഒരു ക്യാരക്ടറും കാര്യങ്ങളായിരുന്നു നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്, എന്നാലും കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഇതും ലിങ്ക് വഴി വെച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്, കാരണം നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങൾ സെറ്റ് ചെയ്തത് അങ്ങനെയാണ്. അപ്പം ഇത് പെട്ടെന്ന് തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. വേറൊന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗെയിമിലേക്ക് സാധനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം നമുക്കവിടെ കാണാൻ പറ്റുന്നത് michael.glb എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഫയലും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ വല്ല ഫോൾഡറിലോ വല്ലതും സേവ് ചെയ്തിരുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നിങ്ങളുടെ ഫോണും കാര്യങ്ങളും എടുക്കണം. എന്നിട്ട് RGS മെനു എടുക്കണം. ഈ പ്രശ്നം നമ്മൾ RGS മെനുവിൻ്റെ അകത്താണ് കൊണ്ടുവന്നത്. അപ്പം RGS മെനുവിൻ്റെ എടുത്തതിന് ശേഷം നമ്മൾ ലോഡ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് എവിടെ നോക്കേണ്ടതാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്ത് തന്നെയായിരുന്നു കിടന്നത്. അപ്പോൾ ഞാനിപ്പോൾ താഴോട്ട് പോകുന്നതാണ്. ഇപ്പം മൈക്കിളിലെ ക്യാരക്ടറിൻ്റെ ലിങ്കും കാര്യങ്ങളും എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു തപ്പേണ്ട ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊരു ഫോൾഡറിലോട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഞാനവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു പ്രസ് ചെയ്യുമ്പോൾ തന്നെ എന്നിട്ട് മണ്ടയ്ക്ക് സെലക്റ്റിൻ്റെ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം എൻ്റെ ഗെയിമിലേക്ക് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമുക്ക് എടുക്കുന്നത് നമ്മുടെ ഗെയിമിലേക്ക്. അപ്പം ഇത് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എടുക്കുന്നതിനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം വേറൊന്നും കൊണ്ടല്ല. കാരണം മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളും പിന്നെ കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളും വരും. ഇതുപോലെ നമുക്ക് പ്ലഗിൻ ആപ്പിനകത്ത് നമ്മൾ ഇത് കൊണ്ടുവന്നപ്പോൾ ഈ ക്യാരക്ടറിനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്തായിരുന്നു. അപ്പം കുറേ പേർക്ക് കിട്ടി, പക്ഷേ കുറേ പേർക്ക് എന്നാലും കിട്ടിയില്ല. അപ്പോൾ കുറേ പേരുടെ കമൻറ്റ് കാര്യങ്ങൾ കണ്ടപ്പോൾ നമ്മൾ നോക്കിയായിരുന്നു. അങ്ങനത്തെ കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ട് നമ്മുടെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ ഈ പ്രാവശ്യം നമുക്കാണെങ്കിൽ RGS മോഡിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഡെവലപ്പറും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളും. ഞാൻ എൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ കറക്റ്റ് മൈക്കിളിലെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ലിങ്കും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വാട്സപ്പ് ചാനൽ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അത് ഉടനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇട്ടായിരുന്നു. അപ്പം ആദ്യം ഇതിൻ്റെ ഈ ലീക്സും കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടായിരുന്നു. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഇത് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പുതിയ അപ്ഡേറ്റ്സും ലീക്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഇനി നാളെ എന്തെങ്കിലും ഇറങ്ങുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ലീക്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യേണ്ടതാണ്. വാട്സപ്പ് ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ബാക്കിയുള്ള ലിങ്ക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ക്യാരക്ടറിന് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇനി വർക്കാവില്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ സ്മോൾ പ്ലെയറും കാര്യങ്ങളാണ്. അപ്പോൾ സ്മോൾ പ്ലെയർ ക്ലിക്ക് ചെയ്തപ്പോൾ സ്മോൾ പ്ലെയറും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൊന്നാണ് നമ്മുടെ ഈ ഒരു സ്മോൾ പ്ലെയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടർ ഇതൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ നമുക്കിനി ഫയറിനകത്ത് കുറേ ഫീച്ചറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയെന്ന് ചെക്ക് ചെയ്യാനാണ്. അതിന് മുമ്പായിട്ട് ചുമ്മാ ജസ്റ്റ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുവാണ്. ഫയർ ചെയ്ത് നോക്കി കുഴപ്പമില്ല. വിസൈൽ ചെയ്ത് നോക്കുവാണ്. വിസൈലും കാര്യങ്ങളൊക്കെ വിട്ട് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വിസൈലൊക്കെ നമുക്ക് ഓട്ടോ ഫയറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനകത്ത് RGS ഫയർ എന്നും എല്ലാം ടൈപ്പ് ചെയ്ത് തന്നെ നമുക്ക് കിട്ടുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഈ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിലും ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അത് ഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നോവ കാറിന് ചിപ്പ് കോഡും കാര്യങ്ങളാണ് കുറേ പേര് നമ്മളോട് കമൻറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിനകത്തോട്ട് മൈക്കിളിൻ്റെ ഹൗസും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കുറേ പേര് നേരത്തെ വീഡിയോ കണ്ടപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കും, എന്നാൽ പക്ഷേ കുറേ പേർക്ക് അത് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം നമുക്ക് കുറച്ചുകൂടി ലിങ്കും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇനി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യേണ്ടതാണ്. നമ്മൾ നേരത്തെ എല്ലാം ആർജിസ് മെനു വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രശ്നം നമുക്ക് ആർജിസ് മെനു ആവശ്യമില്ല. ആർജിസ് മെനുവിന് വരും ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. അതിൻ്റെ തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരെ ക്രോമിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് എന്തെങ്കിലും എടുക്കാവുന്നതാണ്. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിമിൻ്റെ അത് കയറിയതിന് ശേഷം നിങ്ങൾ ഇവിടെ പേസ്റ്റും കാര്യങ്ങളും ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളിവിടെ നെറ്റും കാര്യങ്ങളും ഓണാണോ ചെക്ക് ചെയ്യേണ്ടതാണ്. നെറ്റ് ഓൺ അല്ലെങ്കിൽ പേസ്റ്റ് ആവത്തില്ല. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറേ പേര് ഈ മെത്തേഡിൽ കൊണ്ടുവരുമോ ഈ മെത്തേഡ് കൊണ്ടുവരുമോ എന്ന് കുറേ പേര് നമ്മളോട് ചോദിച്ചാൽ കമൻറ്റും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡും കാര്യങ്ങളും അങ്ങനെയെന്ന് വെച്ചാൽ രണ്ടുപേർക്കും വിഷമമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് മൈക്കിളിൻ്റെ ക്യാരക്ടറുകൾ ആർജിസ് മെനുവിലും വെച്ചതും മൈക്കിളിൻ്റെ വീട് നമ്മൾ ഇതിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അകത്തും വെച്ചത്. അങ്ങനെ അപ്പോൾ രണ്ടുപേർക്കും സമാസമായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ല. അപ്പോൾ ഇനി നമുക്ക് മൈക്കിളിൻ്റെ വീടും കാര്യങ്ങളും നമുക്ക് പോയി കാണാവുന്നതാണ്. മൈക്കിളിൻ്റെ ക്യാരക്ടർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മൈക്കിളിൻ്റെ വീടും കാര്യങ്ങളും അവിടെ ഇനി കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. നേരത്തെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു മൈക്കിളിൻ്റെ ക്യാരക്ടറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം നമ്മുടെ മൈക്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മാറ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ബാക്കിലോട്ട് തന്നെ പോകേണ്ടതാണ്. ബാക്കിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ അവിടെ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ബീച്ചിൻ്റെ അകത്തോട്ട് നമുക്ക് വേറെ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റൂട്ടിലോട്ട് നമ്മൾ കയറുന്നതാണ്. ആ റൂട്ടിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് വീട് ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വീടായിരിക്കും നമ്മുടെ മൈക്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് മൈക്കിളിൻ്റെ വീടിൻ്റെ അത് കുറച്ച് എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ ഓരോന്നോരോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് മുറ്റത്ത് തന്നെ നമുക്ക് വെച്ചേക്കുന്ന മൈക്കിൾ കറക്റ്റ് വീട് GTA5 അകത്ത് എങ്ങനെയാണ് നമ്മുടെ മൈക്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. അതിനുശേഷം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അകത്ത് വരുമ്പോൾ നമുക്കാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് സൈഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ. താഴെയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് മൈക്കിളിൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഇതുവരെ മൈക്കിളിൻ്റെ ഹൗസും കാര്യങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ കിട്ടുന്നതായിരിക്കും മൈക്കിളിൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ GTA5 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതും ഇതും കൂടെ നോക്കി കമ്പാരിസൺ ചെയ്തിട്ട് അതില്ല ഇതില്ല എന്ന് നിങ്ങൾ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യില്ല. കാരണം നമുക്ക് നമ്മുടെ ഈ ഗെയിമിന് കിട്ടുന്ന മിനിമം റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ മൈക്കിളിൻ്റെ ക്യാരക്ടറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. നമ്മളതിൻ്റെ അകത്തുള്ള പ്രോപ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. എന്നാലും നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം വർക്കാവുന്നുണ്ട് ഇതെല്ലാം കിട്ടുന്നുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കിട്ടാത്തവരുണ്ടെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ റീസണും കൂടെ എന്ത് പറയേണ്ടതാണ് എന്തുവാണ് പറ്റിയെന്നും കൂടെ. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും എററോ എന്തെങ്കിലുമൊക്കെ കാണിക്കുമല്ലോ എറർ കാണിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ലോഡിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്ന് അല്ലെങ്കിൽ കമൻറ്റിൻ്റെ തന്നെ എക്സ്പ്ലനേഷനും കാര്യങ്ങൾ തന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ തന്ന് നിങ്ങൾ അതേ സ്റ്റെപ്പ് തന്നെ പാലിച്ചാൽ മതി. അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടുന്നതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും കിട്ടുന്നില്ല ഉടായിപ്പാണ് നിങ്ങൾ ലിങ്ക് വർക്കാക്കുന്നില്ല നിങ്ങൾ ലിങ്ക് തരുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പം ആ ഒരു ഇത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കാവാത്ത ഇഷ്യൂ വല്ലതും ഉണ്ടെങ്കിൽ പറയേണ്ടതാണ്. നമ്മളെന്തായാലും ലിങ്ക് വർക്കായാലും പുതിയ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉടനെ എടുത്ത് സേവ് ആക്കാൻ നോക്കേണ്ടതാണ്. കാരണം ഇത് ഒരു വട്ടം വന്നിട്ട് കോപ്പിറൈറ്റ് ആയിട്ട് പോയതാണ് നമ്മുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ രണ്ടാമത് ഒരു വട്ടം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. മിസ് ചെയ്ത് തന്നെ പിന്നെ നിങ്ങൾക്ക് മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ പിന്നെയും കിട്ടാൻ വേണ്ടി കുറച്ച് ഡിലേ എടുക്കും. നല്ല ഡിലേ എടുക്കും. കാരണം ഇപ്പം ഏകദേശം ഒരു 1 ഇയറത്തോളം അടുത്തെത്താറായി നമ്മുടെ ഈ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ പോയിട്ട് തിരിച്ച് വന്നത്. അപ്പം അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമുക്ക് മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങൾ തിരിച്ച് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത് ഈ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട്.
എടുത്തു വെച്ചൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ളത് കാര്യമായിരുന്നു നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളും നേരത്തെ. കാരണം നേരത്തെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളായിരുന്നു ഇത്. ഇപ്പം ഇനിയിപ്പോൾ എല്ലാവരുടെ കയ്യിലും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് കിട്ടാത്തവർ ഉടൻ തന്നെ പോയി എടുത്ത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈക്കിളിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. പുതിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും. നമ്മുടെ മൈക്കിളിൻ്റെ ക്യാരക്ടറിൻ്റെ വീടിൻ്റെ പുറകിലായിട്ട് അതിൽ പാർക്കിംഗ് സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വേറെ വണ്ടീസും കാര്യങ്ങളും കൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഓവറോൾ ചുറ്റും നമ്മൾ മൈക്കിളിൻ്റെ ക്യാരക്ടറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ജസ്റ്റ് അവിടെ നിന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന് നമ്മുടെ ഇന്നോവ കാറിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്നാണ് കുറേ പേര് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നോവ കാറിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന്. അപ്പം ചീപ്പ് കോഡും കാര്യങ്ങളും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതായത് നമ്മൾ ഇതുവരെ ചീപ്പ് കോഡും കാര്യങ്ങളും പറയാതിരുന്നത്. ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ വന്ന് അതുപോലെ നമ്മൾ GTA 5 മോഡത്താണ് അപ്പോൾ ഇന്നോവ കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തേക്കുന്നത്. ഇനി ഇന്നോവ കാറിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് ഇപ്പോൾ ഒരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാക്കി. നമ്മുടെ ഇനിയും ചീപ്പ് കോഡും കാര്യങ്ങളും ഇനി അടിക്കാതെ തന്നെ ലിങ്ക് വെച്ച് ആഡ് ചെയ്യുവാണോ എന്ന്. അപ്പോൾ കുറേ പേർക്ക് അങ്ങനത്തെ ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ലിങ്കും കാര്യങ്ങളും വെച്ച് ആഡ് ചെയ്യുന്ന വേണ്ട എന്ന് കുറേ പേർക്ക് എതിരഭിപ്രായം കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെവലപ്പറിനോട് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ഡെവലപ്പർ അവസാനം നമുക്ക് ആ ചീപ്പ് കോഡും കാര്യങ്ങളും റിവീൽ ചെയ്തെന്ന് ചീപ്പ് കോഡായിട്ട് തന്നെ തരും. നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചീപ്പ് കോഡ് എന്ന് വെച്ചാൽ 1238 ആണ് നമ്മുടെ ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ഇന്നോവ കാറിൻ്റെ ചീപ്പ് കോഡ് വരണം 1238 ആണ് വരാൻ പോകുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ ഗെയിമിൽ കയറിയിട്ട് നമ്മൾ ആ ഒരു ചിപ്പ് കോഡ് കാര്യങ്ങൾ അടിച്ചാൽ ഒന്നും കാണത്തില്ല. അത് വരാൻ പോകുന്നുള്ളൂ. അപ്കമ്മിങ് ആണ്. അപ്കമ്മിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നമ്മുടെ GTA 5 പുതിയ NPC പ്ലെയറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുറച്ച് കാർസും കാര്യങ്ങളും ആഡ് ചെയ്ത് ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഉടനെ തന്നെ കിട്ടാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഒരുവിധം ഫിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പർ കാര്യങ്ങളും. അപ്പം അതിൻ്റെയൊക്കെ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ ഡെവലപ്പർ കാര്യങ്ങൾ ഇട്ട് തന്നത്. ടെക്സ്റ്റും ഒക്കെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. വണ്ടിയെല്ലാം ആഡ് ചെയ്തത് NPC പ്ലെയർ നടക്കുന്ന കാര്യങ്ങളും. എന്നാലും മോസ്റ്റ് ഓഫ് ദി കുറച്ചുകൂടെ പണിയും കാര്യങ്ങളുമുണ്ട് GTA 5 മോഡിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു NPC പ്ലെയറെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒറ്റ NPC പ്ലെയർ മാത്രമേ നടക്കുന്നുള്ളൂ. വേറെ അതിൻ്റെ അകത്തൊന്നും വേറെ ഒരാളെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു NPC പ്ലെയർ, നമ്മൾ, ഒരു കാറ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഐറ്റംസും കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അത് മാക്സിമം നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കമൻറ്റ് അനുസരിച്ചായിരിക്കും നമുക്കിത് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം ഇനി അപ്ഡേറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പം അപ്ഡേറ്റ് ഇന്നലെയല്ലേ വരുന്നത് എന്നൊക്കെ കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു. അപ്ഡേറ്റ് നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴേ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും ഈ വീക്കിനുള്ളിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് തുടക്കം, അങ്ങനെയാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റിയൊരു ഇൻഫർമേഷൻ കാര്യങ്ങളും. അങ്ങനെ അപ്ഡേറ്റിൻ്റെ ലീക്സും കാര്യങ്ങളും ഡേറ്റ് കൃത്യമായിട്ട് നമ്മൾ ഡെവലപ്പറിനോട് പറഞ്ഞിട്ടില്ല. കാരണം ഒന്നതരം നമ്മൾ GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഈ പ്രാവശ്യം ആഡ് ചെയ്യത്തുള്ളൂ എന്ന് ഡെവലപ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഏത് രീതിയാണെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ ചുറ്റായിട്ടുള്ള നമുക്ക് ഡെവലപ്പർ കാര്യങ്ങൾ ക്ലിപ്പ് തന്നത്. നമ്മുടെ GTA 5 മോഡ് ഡെവലപ്പർ ആഡ് ചെയ്ത് ഇത്രയും നാളും വർക്ക് ചെയ്തതിൻ്റെ ഒരു പകുതി പോർഷനാണ് നമ്മൾ GTA 5 കിട്ടിയത്. ആ പകുതി പോർഷൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നുണ്ട് ഞാനിവിടെ. ഇത്രയാണ് നമ്മൾ GTA 5 കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇപ്പം മതി, ഇത് വേണം, ഇതിപ്പം ആഡ് ചെയ്ത് ഗെയിമിൽ കിട്ടണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് അനുസരിച്ച് നമുക്ക് വരുന്ന അപ്ഡേറ്റിലേക്ക് നമുക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. കൺഫേം ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പം ഇത്രയും വേണ്ടത് നമ്മൾ ഡെവലപ്പറിനോട് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചത്. അതുപോലെ തന്നെ ഇന്നോവ കാറും കാര്യങ്ങളും നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് ഈ അപ്ഡേറ്റിലേക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസും കാര്യങ്ങളും വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വരുന്ന അപ്ഡേറ്റിലേക്ക് ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. കമൻറ്റ് അനുസരിച്ച് നമ്മളത് കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ മാക്സിമം കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പം പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ സീ യു ദെൻ ബൈ.